നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്നലെ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് കളി. നമ്മളൊക്കെ വിചാരിച്ചത് ന്യൂസിലാൻഡിന് കളിയിൽ മേധാവിത്വമുണ്ടെന്നും ന്യൂസിലാൻഡ് ഈ കളി ജയിക്കുമെന്നും ഏതാണ്ട് തോന്നിയൊരു ഘട്ടത്തിലാണ് ഇംഗ്ലണ്ട് അവരുടെ വിൽ ജാക്സിലൂടെയും റഹാൻ അഹമ്മദിലൂടെയും കളി ന്യൂസിലാൻഡിൽ നിന്ന് തട്ടിയെടുത്തു എന്ന് തന്നെ പറയണം. ആ നിലയിലുള്ള ഒരു കളിയാണ് അവസാന ഘട്ടത്തിൽ ഫിനിഷിങ്. ആ കളി കണ്ടപ്പോൾ ഒരു ചാമ്പ്യൻ ടീമിൻ്റെ നിയർ പെർഫെക്റ്റ് ഗെയിം, പെർഫെക്റ്റ് എന്ന് പറയുന്നില്ല, പക്ഷെ നിയർ പെർഫെക്റ്റ് ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നത് ഇംഗ്ലണ്ട് കാണിച്ചു തന്നു. ആ കളിയിൽ ഏതാണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു 10-60 റൺ എടുക്കുന്നതിനിടയിൽ തന്നെ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് നഷ്ടമായിരുന്നു. 160 റണ്ണാണ് വിജയലക്ഷ്യമായിട്ട് ഇംഗ്ലണ്ടിന് മുന്നിലുണ്ടായിരുന്നത്. ഇംഗ്ലണ്ട് എല്ലാ അർത്ഥത്തിലും ബാക്ക് ഫുട്ടിലായിരുന്നു. പക്ഷേ അവർ ഹാങ് ചെയ്തു എന്ന് പറഞ്ഞാൽ തൂങ്ങി നിന്നു കളിയിൽ. അതായത് പിന്നെയും ഓവറുകളുണ്ടായിരുന്നു. അപ്രാപ്യമായ ലക്ഷ്യമായിരുന്നില്ല. ഏതാണ്ട് 10ൻ്റെ അടുത്ത് റൺ റേറ്റ് വേണ്ടിയിരുന്നുള്ളൂ. 2020-ൽ 10ൻ്റെ അടുത്ത് റൺ റേറ്റ് വലിയ റൺ റേറ്റ് ഒന്നുമല്ല. അത്യാവശ്യം ബാറ്റ് പിടിക്കാനറിയാവുന്ന ബാറ്റർമാരുണ്ടെങ്കിൽ അത് നേടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ നിലയിൽ ഗെയിം അവയർനെസ് എന്ന് പറയുന്ന ഒരു കാര്യം, അത് ഇംഗ്ലണ്ടിൻ്റെ പ്ലേയേഴ്സ് കാണിച്ചത് ഗംഭീരമായിട്ടായിരുന്നു. അത് ഓരോരുത്തരും, ടോം ബാൻറ്റൺ ആയാലും സാം കറൻ ആയാലും പിന്നീട് വിൽ ജാക്സും റഹാൻ അഹമ്മദും അവരുടെ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് ആയാലും കളിയിൽ അവസരങ്ങളുണ്ടെന്നും എടുത്തു ചാടരുതെന്നും ക്ഷമ കാണിക്കണമെന്നും ഒരു ചാമ്പ്യൻ ടീം എന്ന് പറയുന്നത് ഇതെല്ലാം അടങ്ങുന്ന വളരെ എല്ലാ ഗുണങ്ങളോടുകൂടിയ ഒരു ടീമായിരിക്കും ചാമ്പ്യൻ ടീം. ഏതാണ്ട് ഇംഗ്ലണ്ടിനെ ഇന്നലെ അങ്ങനെ തോന്നിപ്പിച്ചു. ഏത് കളിയും ഏത് ഘട്ടത്തിലും ജയിക്കാവുന്ന ഒരു ടീമാണ് ഇംഗ്ലണ്ട് എന്ന് നമ്മളെ തോന്നിച്ചു. കാരണം കഴിഞ്ഞ ഈ 2020 ലോകകപ്പിൽ കഴിഞ്ഞ ഒരു കളിയിലും ഇംഗ്ലണ്ട് ആ നിലയിലേക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ അടുത്തുള്ള കളിയിൽ തീർച്ചയായിട്ടും ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് മുന്നിൽ നിന്നുകൊണ്ട്, പക്ഷെ അതൊരു വൺ മാൻ ഷോ ആയിരുന്നു. പക്ഷെ ഇന്നലെ കണ്ടത് അതല്ല. ഇന്നലെ ഹാരി ബ്രൂക്കിനേക്കാൾ ആ സാഹചര്യത്തിനനുസരിച്ച് ആരാണോ കളിക്കേണ്ടത് അവർ കളിക്കുന്ന ഇതാണ് നമ്മൾ കണ്ടത്. വിൽ ജാക്സ് ആയാലും റഹാൻ അഹമ്മദ് ഈ ലോകകപ്പിൽ ആദ്യത്തെ കളിയാണ് കളിക്കുന്നത് കേട്ടോ. അതുകൂടി ആലോചിക്കണം. അയാൾ ബൗൾ ചെയ്തപ്പോൾ 2 വിക്കറ്റ് വീഴ്ത്തി. ബാറ്റ് ചെയ്തപ്പോൾ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള 7 പന്തിൽ 19 റൺ അടിക്കുകയും ചെയ്തു. ഒപ്പം വിൽ ജാക്സിനോടൊപ്പം ചേർന്ന് 44 റണ്ണിൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി, കൂട്ടുകെട്ടുണ്ടാക്കി. വിൽ ജാക്സ് 18 പന്തിൽ 32. പിന്നെ വിൽ ജാക്സ് ഒരു പ്രോപ്പർ ബാറ്ററാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് വിൽ ജാക്സിൽ നിന്ന്. മാത്രമല്ല ഈ 2020 ലോകകപ്പിൽ ഉടനീളം അയാളുടെ കരിയറിലെ വഴിത്തിരിവ് എന്ന് പറയാവുന്ന ഒരു ടൂർണമെൻ്റ് എന്ന നിലയിലേക്ക് ഇത് പോകുന്നു. ആ നിലയിലുള്ള ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ, അയാളൊരു സ്പിന്നർ എന്ന നിലയിൽ കൂടി തെളിഞ്ഞു വരുന്നൊരു ടൂർണമെൻ്റാണ് ഇത് കണ്ടത്. വിൽ ജാക്സ് ഒരു കളിക്കാരൻ എന്ന നിലയിൽ പക്വത പ്രാപിക്കുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടി ഗംഭീരമായിട്ടാണ് ഈ ലോകകപ്പ് കളിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ ജാക്സണിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ റഹാൻ അഹമ്മദിൻ്റെ ആദ്യത്തെ കളിയാണ്. അതോ ഔട്ട് ആൻഡ് ഔട്ട് ഒരു സ്പിന്നിങ് പിച്ചാണത്, സ്പിന്നേഴ്സിന് മാത്രമാണ്. അപ്പോൾ ഇംഗ്ലണ്ട് ബോൾ ചെയ്തപ്പോൾ ന്യൂസിലാൻഡിന് എതിരെ ആദ്യം ബൗൾ ചെയ്തപ്പോൾ വീണ 7 വിക്കറ്റും സ്പിന്നർമാർക്കായിരുന്നു. ആദിൽ റഷീദിനും റഹാൻ അഹമ്മദിനും വിൽ ജാക്സിനും ഡോസനുമായിരുന്നു ഈ 7 വിക്കറ്റും. എല്ലാം സ്പിന്നർ. അതുകൊണ്ട് തന്നെയാണ് അവർ സ്പിന്നർമാരെ കൂടുതലായിട്ട് ഇറക്കി കളിച്ചത്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇംഗ്ലണ്ട് ഇന്നലെ വരുത്തിയ ഒരു മാറ്റം, ജാമി ഓവർട്ടൺ എന്ന മീഡിയം പേസറെ മാറ്റി അവർ റഹാൻ അഹമ്മദിനെ കൊണ്ടുവരികയാണ് ചെയ്തത്. ആ ചേഞ്ച് എത്രത്തോളം എഫക്റ്റീവായി എന്നൊന്ന് നോക്കൂ. റഹാൻ അഹമ്മദാണ് ഇന്നലെ കളി ഇംഗ്ലണ്ടിന് അനുകൂലമായി തിരിച്ചതെന്ന് നമ്മൾ പറയേണ്ടി വരും. അത് പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും. ആ ഒരൊറ്റ ചേഞ്ച് 2020 ലോകകപ്പിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ്, തൻ്റെ ആദ്യത്തെ കളിയാണ് റഹ്മാൻ അഹമ്മദ് കളിക്കുന്നത്. അതിൻ്റെ ഒരു ഇതും കാണിക്കാതെ റഹാൻ അവരുടെ ഏറ്റവും മാച്ച് വിന്നറായിട്ട് ഇന്നലെ മാറി. അപ്പോൾ ടീം മാനേജ്മെൻറ്റിനെ നോക്കൂ, എത്ര കൃത്യമായിട്ടുള്ള ആ മാറ്റമാണ് അവിടെ ഉണ്ടായത്. ജാമി ഓവർട്ടനെ മാറ്റി റഹാൻ അഹമ്മദിനെ കൊടുന്നു, റഹാൻ അഹമ്മദ് മാച്ച് വിന്നറായി. അപ്പോൾ ഇത് ഒരു ചാമ്പ്യൻ ടീമിന് ചേർന്ന നിലയിലാണ് അവരുടെ പോക്ക് യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ട്.
നമ്മളിപ്പോൾ മുൻകാലങ്ങളിലൊന്നും ഇംഗ്ലണ്ട് വലിയ വേൾഡ് ബീറ്റേഴ്സായിട്ടൊന്നും കണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവരെല്ലാം കൊണ്ടും ആ നിലയിലേക്കാണ് പോകുന്നത് എന്ന് ഇന്നലത്തെ കളിയിൽ നിന്ന് നമുക്ക് തോന്നി. അവർ നേരത്തെ തന്നെ സെമിഫൈനലിൽ എത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇന്നലത്തെ കളി വരെ ഇംഗ്ലണ്ട് വലിയൊരു 60% സാധ്യത ചാമ്പ്യന്മാരാകാൻ എന്ന് കരുതിയിരുന്നിടത്ത് ഇപ്പോൾ 80-90% വരെ ആ സാധ്യത നീളുന്നു. അവർ കുറേ കൂടി പാകത കാണിക്കുന്നു ഒരു ടീം എന്ന നിലയിൽ. ഒരു വേൾഡ് ബീറ്റേഴ്സിന് വേണ്ട എല്ലാ ഗുണങ്ങളും അവരിലേക്ക് തികഞ്ഞു വരുന്നു എന്നതാണ്. അതായത് ജാമി ഓവർട്ടനെ മാറ്റിയാൽ റഹാൻ അഹമ്മദിനെ കൊടുത്താലും റഹാൻ അഹമ്മദ് മാച്ച് വിന്നർ ആകുന്ന നിലയിൽ ബെഞ്ച് സ്ട്രെങ്ത്ത് അവർക്കുണ്ട് എന്ന് തെളിയിക്കുകയാണ്. ബെഞ്ചിൽ പോലും മാച്ച് വിന്നേഴ്സാണ് ഇരിക്കുന്നത്. അവർ ഏത് ഘട്ടത്തിലും ടീമിലേക്ക് വന്ന് ടീമിനെ ജയിപ്പിക്കാം എന്ന നിലയിലേക്ക് ഇംഗ്ലണ്ട് മാറുന്നു. ഇന്നലത്തെ കളി യഥാർത്ഥത്തിൽ ന്യൂസിലാൻഡ് എല്ലാ അർത്ഥത്തിലും ജയിച്ചു എന്ന് കരുതുന്നതാണ്. ന്യൂസിലാൻഡ് അതുവഴി സെമിഫൈനലിലേക്ക് കയറേണ്ടതുമായിരുന്നു. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ജയിച്ചാലും തോറ്റാലും ഒന്നും സംഭവിക്കുമായിരുന്നില്ല. അവർ ആൾറെഡി തന്നെ നേരത്തെ തന്നെ സെമിഫൈനലിൽ എത്തിയതാണ്. പക്ഷേ അവർ ഒരു ചാമ്പ്യൻ ടീമിൻ്റെ എല്ലാ ഗുണങ്ങളും അതാണ് പറഞ്ഞത്. അവർ ഒരു കളിയും തോൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏത് കളിയും ജയിക്കുക. അവർക്ക് പ്രസക്തമാണോ അപ്രസക്തമാണോ എന്ന് നോക്കുന്നില്ല. ഇതൊക്കെ ഒരു ചാമ്പ്യൻ ടീമിന് മുൻകാലങ്ങളിൽ ഓസ്ട്രേലിയക്ക് നമ്മളെ ഓസ്ട്രേലിയ കാണിച്ചിരുന്ന ഗുണങ്ങളാണ് ഇതെല്ലാം. ദീർഘകാലം ഈ ഗുണങ്ങളുമായിട്ട് ഓസ്ട്രേലിയ ലോകത്തെ കീഴടക്കി, ലോക ക്രിക്കറ്റിനെ. ആ സംഗതി തന്നെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെ ഭയപ്പെടണം. അതേസമയം ന്യൂസിലാൻഡ് നിരാശപ്പെടുക തന്നെ വേണം. കാരണം എന്താ വെച്ചാൽ കയ്യിൽ നിന്ന് കളി വഴുതിപ്പോയി. കളി ആ ഘട്ടത്തിലൊക്കെ അവരുടെ ആ കളി കയ്യിൽ നിന്ന് പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും മിസ് ഫീൽഡിങ്ങും കൂടിയാണ്. ഫീൽഡിങ്ങിലെ പോരായ്മകൾ ചിലത് ആവശ്യമില്ലാതെ ബൗണ്ടറികൾ കൊടുത്ത് ഒരു റണ്ണിൽ ഒതുക്കേണ്ട ഷോട്ട് പോലും ബൗണ്ടറിയിലേക്ക് അവർ സ്വയം കളയുകയായിരുന്നു. പല ഇതും ചുരുങ്ങിയത് 10-20 റൺ അവരുടെ ഫീൽഡിംഗ് പോരായ്മ കൊണ്ട് പാളിച്ചകൾ കൊണ്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതും ഇംഗ്ലണ്ട് ഗുണം ചെയ്തു. പക്ഷേ ഇംഗ്ലണ്ടിൽ നിന്ന് നമുക്ക് ഒന്നും തട്ടിയെടുക്കാൻ കഴിയില്ല. ഇംഗ്ലണ്ട് അത്രമാത്രം ഗംഭീരമായിട്ടാണ് ആ സിറ്റുവേഷൻ അനുസരിച്ച്, ആ സാഹചര്യത്തിനനുസരിച്ച് കളിച്ചത്. ഇംഗ്ലണ്ട് തീർച്ചയായിട്ടും ഈ ലോകകപ്പിൽ ഇനി ഈ സെമിഫൈനൽ മുതൽ ശ്രദ്ധിക്കേണ്ട ടീമായിട്ട് മാറിക്കഴിഞ്ഞു. അവർ ഉറപ്പായിട്ടും അവർക്ക് ഇതെല്ലാം വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. ഈ കളിക്ക് മുന്നേ തന്നെ ടിം സൗത്തി, ന്യൂസിലാൻഡിൻ്റെ ലെജൻഡാണ് ടിം സൗത്തി. പക്ഷേ ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ബൗളിംഗ് കോച്ചാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഏത് മാറ്റം കൊടുത്താലും ഏത് സാഹചര്യത്തിലും ഏത് കളിയും പ്രസക്തമോ അപ്രസക്തമോ എല്ലാ കളിയും ജയിക്കാനാണ് ഇംഗ്ലണ്ട് ശ്രമിക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രതിഭയുള്ള കളിക്കാർ അവർക്കുണ്ട് എന്നൊക്കെ ടിം സൗത്തി അതിന് കളിക്ക് തൊട്ടു മുമ്പ് പറഞ്ഞിരുന്നു. അത് എത്രത്തോളം ശരിയാണ് എന്ന് കാണിക്കുന്നതാണ് ഇന്നലത്തെ കളി. തീർച്ചയായിട്ടും ഈ 2020 ലോകകപ്പിൽ പേടിക്കേണ്ട പ്രധാനപ്പെട്ട ടീമുകളിലൊന്നായി ഇംഗ്ലണ്ട് മാറുന്നു. ദക്ഷിണാഫ്രിക്കയാണ് മറ്റൊരു ഇപ്പോൾ ഏറ്റവും ലീഡിങ്ങായി നിൽക്കുന്നത്. അതിന് ഒപ്പം തന്നെ തൊട്ടുപിറകിലായോ ഒപ്പം തന്നെ ഇംഗ്ലണ്ടും നിൽക്കുന്നു എന്നത് തീർച്ചയായിട്ടും കളിയെ ഇഷ്ടപ്പെടുന്നവർ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടാവും എന്നത് ഉറപ്പാണ്. ഇന്നലത്തെ കളി ഒരു ഹരം തരുന്ന കളിയായിരുന്നു, ഗംഭീര കളിയായിരുന്നു, ഗംഭീര ഫിനിഷിംഗ് ആയിരുന്നു. തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിന് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഇനി ന്യൂസിലാൻഡിന് കാത്തിരിക്കുക നിവൃത്തിയുള്ളൂ. ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്ക കളിയുണ്ട്. അതിനെ കാത്തിരുന്നേ മതിയാവുള്ളൂ. അതിൽ ആര് ജയിക്കും? പാകിസ്ഥാൻ ജയിച്ചാൽ നല്ല റൺ റേറ്റ് ജയിച്ച ന്യൂസിലാൻഡിൻ്റെ കാര്യം കഷ്ടമാണ്. ന്യൂസിലാൻഡ് ഇന്നലെ കളി കൈവിട്ടതോടുകൂടി പാകിസ്ഥാൻ ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാൻ ഒരു സാധ്യത തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അത് യഥാർത്ഥത്തിൽ ന്യൂസിലാൻഡിന് വന്ന പിഴവാണ്. ന്യൂസിലാൻഡും നല്ല ടീമാണ്. എല്ലാ അർത്ഥത്തിലും നല്ല സ്പിന്നേഴ്സ് ഉണ്ട് അവർക്ക്. പാർട്ട് ടൈം സ്പിന്നറായ ഗ്ലെൻ ഫിലിപ്സും രജിൻ രവീന്ദ്രനും ഒക്കെ നന്നായിട്ടാണ് ബോൾ ചെയ്തത് ഇന്നലെ. ഓരോ സ്പിന്നർമാരും മിച്ചൽ സാന്റ്നർ, ഇഷ്സോദി. അപ്പോൾ അവർക്കും നല്ല ടീമാണ്. അവരുടെ കയ്യിലും നല്ല ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട്. മാറ്റ് ഹെൻറിയെ പോലെ ഫെർഗൂസനെ പോലെ ഒക്കെ ഉള്ള നല്ല ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട്, നല്ല സ്പിന്നേഴ്സ് ഉണ്ട്, നല്ല ബാറ്റേഴ്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ ആ രീതിയിൽ പ്രത്യേകിച്ച് ഓപ്പണിങ്ങിലൊക്കെ സീഫർട്ടും അലനും ഒക്കെ പിന്നീട് വരുന്ന ഗ്ലെൻ ഫിലിപ്സ് ആയാലും രജിൻ രവീന്ദ്ര ആയാലും ഡാരിൽ മിച്ചൽ ആയാലും ഏത് ബൗളിങ്ങിനെയും അടിച്ചു തകർക്കാൻ കഴിയുന്ന ടീം തന്നെയാണ് ന്യൂസിലാൻഡ്. പക്ഷേ ന്യൂസിലാൻഡ് ഇന്നലെ കളി ഫിനിഷ് ചെയ്യുന്നതിൽ
വലിയ പഴുവ് വരുത്തി, ഫീൽഡിൽ വലിയ പഴുവ് വരുത്തി, ഫീൽഡിങ്ങിൽ പഴുവ് വരുത്തി. അത് തീർച്ചയായിട്ടും അവർക്ക് ദോഷം ചെയ്തു. ഇനി കാത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി മറ്റ് ആളുകൾ എങ്ങനെ കളിക്കുന്നു, അതായത് പാകിസ്ഥാൻ ശ്രീലങ്ക എങ്ങനെ കളിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുക എന്നുള്ളതല്ലാതെ കയ്യിൽ വന്ന കളി കളഞ്ഞിട്ട് ഇനി മറ്റ് ടീമുകൾ എന്ത് ചെയ്യുന്നു എന്നതിനെ കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ അവരുടെ മുന്നിൽ വേറെ ഒരു വഴിയില്ല. അപ്പോൾ എന്തായാലും 2020 ലോകകപ്പ് വളരെ രസകരമായ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നീങ്ങുന്നത്. നമുക്ക് നല്ല കളികൾ കാണാം. ഇങ്ങനെ ക്രിക്കറ്റ് ആരാധകർ എന്ന നിലയിൽ നമുക്ക് നല്ല കളികൾ, ഇന്നലെയൊക്കെ നടന്ന പോലുള്ള നല്ല കളികൾ കാണാൻ സാധിക്കട്ടെ.